പ്രധാന വാതിലിൻ്റെ സ്ഥാനം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഒരു വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി ഏത് ഡയറക്ഷനിൽ കൂടിയാണ് വരേണ്ടത്, അതിൻ്റെ ഉച്ചഭാഗത്തിൽ കൂടിയാണ് വരേണ്ടത്. ആ ഉച്ചഭാഗത്തിലൂടെ വരുന്ന ഒരു എൻട്രൻസ് ഒരുപാട് സൗഭാഗ്യത്തെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ അതിന് ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള ഉച്ചവുമുണ്ട് നീച്ചവുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാന വാതിലായാലും ശരി തന്നെയാണ്, ഗേറ്റായാലും ശരി തന്നെയാണ്, ഉച്ചസ്ഥാനത്താണ് അതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് നേട്ടം കൊണ്ടുതരും. അപ്പോൾ വടക്ക് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉച്ചസ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, നേരത്തെ പല വീടുകളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളും ടിപ്സുകളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരികയും വീണ്ടും പുതിയ ആൾക്കാർ നമുക്ക് സംശയങ്ങളായിട്ട് നമ്മളോട് ചോദിക്കുകയും കമന്റുകൾ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ബേസിലാണ് വീണ്ടും വീണ്ടും ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വടക്ക് ദർശനമായ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് വരെയുള്ള ലെന്ത് എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള സ്ഥാനത്ത് നമുക്ക് ഗേറ്റ് പണിയാവുന്നതാണ്. കറക്റ്റ് മൂലയിൽ കൊണ്ടുപോയി വെക്കേണ്ട, ഒരടിയോ രണ്ടടിയോ വിട്ടതിന് ശേഷം മാത്രം ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് വണ്ടി കയറി വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കിണറോ ഒരു കുഴിയോ വരാൻ പാടില്ല. അതായത് നമ്മളുടെ വഴിയിൽ, അതായത് ഗേറ്റിന്റെ വഴിയിൽ ഒരു കിണറോ കുഴിയോ വരാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ അതിന്റെ ഗേറ്റിന്റെ സ്ഥാനം ഈ ഉച്ചത്തിൽ തന്നെ കിട്ടുന്ന രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ ഈ ഗേറ്റിന്റെ സ്ഥാനം എവിടെ കൊടുക്കാന്നുള്ളതാണ് അടുത്ത ഒരു ചിന്ത. അപ്പൊ നമുക്ക് കിഴക്ക് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള ലെന്ത് എടുക്കുക. ആ ലെന്തിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും കൊടുക്കാം. അവിടെയും ഈ കിണറിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കിണറിന്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുപ്രകാരം മീനൻ രാശിയിലാണ് നമുക്ക് കിണർ വരുന്നത്. അപ്പം വടക്ക് കിഴക്കിനാണ് കിണറിന് കൂടുതലായിട്ടുള്ള സ്ഥാനം കാണുന്നത്. അതിനാൽ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ കിണറിന്റെ ഇതിൽ കയറാത്ത രീതിയിൽ അതിൻ്റെ ഗേറ്റ് പണിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി മറ്റൊരു ദിക്കായ തെക്കിലേക്ക് നോക്കാം. തെക്കിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തെക്കോട്ട് ദർശനത്തിലുള്ള വീട്ട് ഭയങ്കര പേടിയായിട്ട് കാണുന്നുണ്ട്. പലരും തെക്ക് ദർശനം അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തെക്ക് ദർശനത്തിൽ വീട് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തെക്ക് ദർശനം നല്ല ദർശനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഗേറ്റ് ആയാലും ശരി തന്നെ, വീടിൻ്റെ പ്രധാന ഡോർ ആയാലും ശരി തന്നെ ഉച്ച ആയിട്ടുള്ള സ്ഥലത്ത് അതിനെ സ്ഥാപിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ വീട് നമുക്ക് കൊണ്ടുവന്ന് തരും. ആ ഉച്ച എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഗേറ്റിന്റെ കാര്യം എങ്ങനെയാണോ നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്നത് അതേ രീതിയിൽ തന്നെയാണ് വീടിന്റെ കാര്യവും. ഇപ്പോൾ വസ്തുവിന്റെ കാര്യം പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്ത് അതിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്ക് നമുക്ക് ഗേറ്റ് പണിയാം എന്ന് പറയുമ്പോൾ, വീട്ടിലാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിന്റെ ഫുള്ള് ലെന്ത് എടുക്കുക. തെക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് വരെയുള്ള വീടിന്റെ ഫുള്ള് ലെന്ത് എടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്നും നമുക്ക് തെക്ക് കിഴക്കിലേക്ക് മെയിൻ ഡോർ പണിയാവുന്നതാണ്. അപ്പൊ ഗേറ്റിന്റെയും ഡോറിന്റെയും കണക്കുകൾ സെയിം തന്നെ. ഒന്ന് വസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ മറ്റത് വീടിനെ പറ്റി ചിന്തിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ഞാൻ വടക്ക് പറഞ്ഞു, കിഴക്ക് പറഞ്ഞു, തെക്ക് പറഞ്ഞു. അടുത്ത മഹാദിക്കുകളിൽ പെടുന്ന മറ്റൊരു ദിക്കാണ് പടിഞ്ഞാറ് ദിക്ക്. ഈ പടിഞ്ഞാറ് ദിക്കിൽ നമുക്ക് ഗേറ്റ് എവിടെ സ്ഥാപിക്കാം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പടിഞ്ഞാറിൻ്റെയും തെക്കിൻ്റെയും കാര്യം പറയുമ്പോൾ ഗേറ്റ് വളരെ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ ഒരു ഒറ്റ ഗേറ്റ് മുഖേന, നമ്മൾ എത്ര വാസ്തു കറക്റ്റ് ചെയ്ത് വീട് വെച്ചിട്ടും കാര്യമില്ല, ഈ ഗേറ്റിന്റെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറിനും തെക്കിനും നമ്മുടെ പൈസ മൊത്തവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വാസ്തുവിൽ പറയുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളമെടുക്കുക. അതിന്റെ പകുതിയിൽ നിന്നും അതിന്റെ പകുതി പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് ഗേറ്റ് പണിയാം. അതല്ല, നിങ്ങൾ പകുതിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറിലേക്ക് ഗേറ്റ് എടുത്ത് അതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നിങ്ങളുടെ ഗേറ്റ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെ കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലർ പറയും, സാറേ എത്ര പൈസ വന്നാലും നിൽക്കുന്നില്ല, ഭയങ്കര പൈസ ചിലവെന്ന് പറയും. വീട്ടിലോട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് ചെന്ന് വീട്ടിന്റെ ഗേറ്റ് തുറന്ന് കയറുമ്പോഴേ മനസ്സിലാവും ഇതിന്റെ കന്നിമൂലയിലാണ് ഇതിന്റെ ഗേറ്റ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവർ വിളിച്ച കാര്യം തന്നെ കന്നിമൂലയിൽ ഗേറ്റ് ഉള്ളത് കൊണ്ടാണ് വിളിച്ചാക്കുന്നത്. അപ്പോൾ കന്നിമൂലയിൽ ഗേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൈസ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ,
വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് വീട്ടിലേക്കുള്ള കാന്തിക ഊർജം കടന്നു വരുന്നത്. അത് തെക്കു പടിഞ്ഞാറ് സ്റ്റോർ ചെയ്യണം. എന്നാൽ മാത്രമേ വീട്ടിൽ പൈസ നിൽക്കുകയുള്ളൂ. അപ്പോൾ തെക്കും പടിഞ്ഞാറും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലായാലും ശരി തന്നെ വസ്തുവിലായാലും ശരി തന്നെ ആ ഭാഗം അടഞ്ഞു നിന്നാൽ മാത്രമേ വീട്ടിൽ സമ്പത്ത് നിൽക്കുകയുള്ളൂ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തെക്ക് പടിഞ്ഞാറ് പിന്നെ ഓപ്പണായി കിടന്നിട്ട് എത്രയോ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള വീടുകളുടെ പൈസ അവരുടെ കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവർ പോലും അറിയുന്നില്ല അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. പൈസ നിൽക്കുന്നില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള വിളിയല്ലാതെ ഇതിന്റെ കാരണം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, അത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം തുറന്നു കിടക്കുകയാണ്. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അവരുടെ വീട്ടിന്റെ ഗേറ്റ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അവരുടെ എന്ത് വന്നിരിക്കുന്നത്, സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കാർ പോർച്ച് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാന ഡോറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൈസ നിൽക്കത്തില്ല. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഏത് ഭാഗത്ത് നമുക്ക് ഗേറ്റ് വരാം എന്നുള്ളതാണ് പറഞ്ഞത്. ആ ഗേറ്റിനോടൊപ്പം തന്നെ പ്രധാന ഡോറുകൾ ഏത് ഭാഗത്ത് വരാമെന്നുള്ളതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണോ നിങ്ങളുടെ ഗേറ്റിൻ്റെയും നിങ്ങളുടെ വീടിൻ്റെയും സ്ഥാനമെന്ന് നോക്കുക. അതല്ല തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൊളിച്ചു പണിയാൻ നിൽക്കേണ്ട. നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.